പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഫെബ്രുവരി 11 പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം. 18 പ്രാവശ്യം പരിശുദ്ധ അമ്മ മാതൃവാത്സല്യത്തോടുകൂടെ ഭൂമിയെ പൊതിയുന്ന കരുതലായി ഇറങ്ങി വന്നതിൻ്റെ ഓർമ്മ തിരുനാൾ. ബർണദീത്ത എന്ന് പറയുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിക്കും അവളുടെ 2 കൂട്ടുകാരിക്കും അമ്മ നിരന്തരം പ്രത്യക്ഷപ്പെട്ട് അവരോടൊന്നു ചേർന്ന് നിന്ന് ജപമാല പ്രാർത്ഥന ചൊല്ലിയതിൻ്റെ ഓർമ്മ ദിനങ്ങൾ. പരിശുദ്ധ അമ്മ തൃത്വസ്തുതി മാത്രമാണ് ചൊല്ലിയിരുന്നതെന്ന് പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട്. മറ്റുള്ളതെല്ലാം നന്മ നിറഞ്ഞ മറിയവും പരിശുദ്ധ മറിയവും ഈ മക്കൾ തന്നെയാണ് ചൊല്ലിക്കൊണ്ടിരുന്നത്. പ്രായശ്ചിത്തം 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 എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ലോകത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തൊരമ്മ ഇങ്ങനെ നെടുവീർപ്പോടുകൂടെ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നതിൻ്റെ ഓർമ്മയാണത്. ഒന്ന് വിശുദ്ധീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന്, ഈ ലോകം വിശുദ്ധീകരിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യമുണ്ടെന്ന്, വിശുദ്ധിയിലേക്ക് തിരികെ നടക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടെന്ന് നിരന്തരമായി പറയാൻ വേണ്ടി പരിശുദ്ധ മാതാവ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇറങ്ങി വന്നതിൻ്റെ ഓർമ്മയാണത്. ഇന്നും ലൂർദിൽ പരിശുദ്ധ മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ലൂർദിനോളം പോരുന്നൊരു തീർത്ഥാടന കേന്ദ്രം ഇല്ല. അത്രയ്ക്ക് വലിയ അനുഗ്രഹങ്ങൾ കിട്ടുന്ന, അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന, തീർത്ഥജലത്തിൽ നിന്നും പരിശുദ്ധ ജപമാലയിൽ നിന്നും അതിലുപരിയായി പരിശുദ്ധ കുർബാനയിൽ നിന്നും ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിൽ നിന്നുമൊക്കെ അനേകായിരങ്ങൾ ഓരോ ദിവസങ്ങളും സൗഖ്യം പ്രാപിക്കുകയും കരുത്ത് കിട്ടുകയും പ്രത്യാശയോടെ മടങ്ങിപ്പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നൊരിടം പരിശുദ്ധ ലൂർദ് മാതാവ്. നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മൾ ഇങ്ങനെ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങളിലേക്കും അനുഗ്രഹങ്ങളിലേക്കും ഒക്കെ മാത്രം ഇങ്ങനെ മനസ്സുറപ്പിച്ച് പോകാതെ പ്രത്യക്ഷപ്പെട്ട ദിനങ്ങളിൽ അമ്മ ഓർമ്മപ്പെടുത്തിയ കാര്യങ്ങളിലേക്ക് നമ്മളുടെ ശ്രദ്ധ തിരിക്കേണ്ടതുണ്ടെന്ന്. പ്രായശ്ചിത്തം പ്രായശ്ചിത്തം പ്രായശ്ചിത്തം. പലതവണ ഒരമ്മ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ നീറുന്ന ഹൃദയത്തോടുകൂടെ തൻ്റെ മക്കളെ നോക്കി വിളിച്ചു പറഞ്ഞത്? വിശുദ്ധീകരിക്കേണ്ടതിൻ്റെ ആവശ്യമാണ്. ഈ ലോകത്തെക്കുറിച്ച് അത്രയ്ക്ക് ആകുലത ഈ അമ്മയുടെ മനസ്സിൽ വരാനുള്ള കാരണം അശുദ്ധിയിലേക്ക് ഈ ലോകം കൂപ്പുകുത്തുന്നത് കണ്ടിട്ടാണ്. ഈ ലോകത്തെ മുഴുവനായി പരിശുദ്ധിയുടെ പാതയിലേക്ക് നയിക്കാനായി അമ്മ ഇങ്ങനെ വലിയ ആഗ്രഹത്തോടുകൂടെ ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കൂടുതലായിട്ട് ധ്യാനിക്കേണ്ടത്. ഇന്നത്തെ സുവിശേഷത്തിലെ കർത്താവ് പറയുന്ന കാര്യങ്ങളോടൊന്ന് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ തിരുനാളിൻ്റെ ശരിക്കുള്ളൊരു ആഴം നമുക്ക് പിടികിട്ടും. കർത്താവ് പറയണത് പുറത്തു നിന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ഒന്നും തന്നെ ഒരാളെ അശുദ്ധനാക്കുന്നില്ല, നേരെ മറിച്ച് അകത്ത് നിന്ന് പുറത്തേക്ക് വരുന്നതാണ് നിങ്ങളെ അശുദ്ധരാക്കി തീർക്കുക. നമ്മളത് ചിന്തിച്ചിട്ടുണ്ടോയെന്നറിയില്ല. ശരിക്കും ഒരു ഭക്ഷണത്തിൻ്റെ കാര്യം തന്നെ എടുക്കുക. നമുക്കിവിടെ നിഷിദ്ധമാണെന്ന് നമ്മൾ കരുതുന്ന, നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കുന്ന പല ഭക്ഷണ പദാർത്ഥങ്ങളും മറ്റു പല നാടുകളിലും, പല ജീവികളും മറ്റു പല നാടുകളിലും വിശിഷ്ട ഭോജ്യങ്ങളാണെന്നറിയണം. നമുക്ക് വേസ്റ്റാക്കി നമ്മൾ മാറ്റിക്കളയുന്ന, കൊണ്ടുപോയി ചവറ്റുകുട്ടയിലിടുന്ന ഈ ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിച്ച് ചില മനുഷ്യർ ഈ ലോകത്തിൻ്റെ ഒരു 100% ജീവൻ നിലനിർത്തുന്നത് നമുക്ക് വേസ്റ്റാണെന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിക്കളയുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടാണെന്നറിയാം. അപ്പോൾ പുറത്ത് നമ്മൾ കാണുന്ന അശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പലരുടെയും ജീവിതത്തിൻ്റെ നിലനിൽപ്പിനും അവരുടെ വിശപ്പടക്കലിനുമൊക്കെ കാരണമാകുന്നുണ്ടെങ്കിൽ അത് അശുദ്ധമല്ലല്ലോ, അവർക്കെങ്കിലും അത് അശുദ്ധമല്ലല്ലോ. പക്ഷേ ഉള്ളിൽ നിന്ന് വരുന്നത് അത് കോമൺ ആണ്. ചില മനുഷ്യരുടെ ഒക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മളോട് ചില മനുഷ്യർ സംസാരിക്കുമ്പോൾ എന്തൊരു കയ്പാണ് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടണമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ചില സമയങ്ങളിൽ ഇന്നത്തെ ഒന്നാമത്തെ വായന നേരെ തിരിച്ച് നിൽക്കുന്ന ഒരാളെ നമ്മൾക്ക് കാണിച്ചു തരും. സോളമൻ രാജാവിനെ കാണാനായിട്ട് ഷേബാരാജ്ഞി വരുന്നുണ്ട്. ഷേബാരാജ്ഞി വന്നിട്ട് വലിയ സുഗന്ധദ്രവ്യങ്ങളും സ്വർണവും വിലയേറിയ രത്നങ്ങളും വലിയ പരിവാരത്തോടും കൂടെയാണ് ഷേബാരാജ്ഞി പരീക്ഷിക്കാനായിട്ടൊക്കെ വരണേ. കുറച്ചു നേരം, ഒരിത്തിരി നേരം സോളമനായിട്ട് സംസാരിച്ചിരിക്കുന്ന ഒരാൾ പിന്നീട് പറയണത് എന്തൊരു ഭംഗിയാണ് അങ്ങയുടെ കൊട്ടാരത്തിൽ ജീവിക്കാനായിട്ട്, എന്തൊരു ഭാഗ്യമാണ് അങ്ങയോട് കൂടെ താമസിക്കുന്നവർക്ക്, അങ്ങയുടെ ജ്ഞാനവചസ്സുകൾ ശ്രവിക്കുന്ന ഭൃത്യന്മാർ എത്രയോ ഭാഗ്യവാന്മാരാണ്, കർത്താവ് എത്രയാണ് അങ്ങയെ സ്നേഹിച്ചിരിക്കുന്നത്,
അങ്ങിൽ പ്രസാദിച്ച് ഇസ്രായേലിൻ്റെ രാജാസനത്തിൽ അങ്ങയെ ഇരുത്തിയ അങ്ങേ ദൈവമായ കർത്താവ് അനന്തമായി അങ്ങയെ സ്നേഹിച്ചതിനാൽ നീതിയും ന്യായവും നടത്താൻ അങ്ങയെ രാജാവാക്കി എന്ന് പറയുന്നത്. അങ്ങനെ കുറച്ചു നേരം ഈ ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ ഈ രാജ്ഞിയുടെ ഉള്ളിൽ, പരീക്ഷിക്കാനായി വന്ന ഒരാളുടെ ഉള്ളിൽ നിറയുന്ന വലിയ പ്രത്യാശയുണ്ട്, സന്തോഷമുണ്ട്, ഒരു സ്നേഹമുണ്ട്. നമ്മളുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ളവർക്ക് ഇങ്ങനൊരു ഫീൽ കൊടുക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ആലോചിച്ച് നോക്കണം. കഴിഞ്ഞ ദിവസം അത് കഴിഞ്ഞ ഞായറാഴ്ചത്തെ പ്രസംഗത്തിനുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ മനസ്സിലേക്ക് വന്ന ആ ഒരു ഡയലോഗുണ്ട്. ഒരു പെൺകുട്ടി തൻ്റെ അമ്മയോട് തൻ്റെ കൂട്ടുകാരനെ കുറിച്ച് പറയുന്നൊരു കാര്യമാണ്. അവനോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു നാരങ്ങാ മിഠായി തിന്ന ഫീലാണമ്മ എന്ന് പറയും. ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് അവളുടെ മുഖത്ത് നിന്ന്, അതിൻ്റെ ഒരു എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് കാര്യം ഇങ്ങനെ കൃത്യമായിട്ട് പിടികിട്ടുന്നുണ്ട് എത്രമാത്രം ഈ ഒരു ചെറുപ്പക്കാരൻ ഒരാളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുവെന്ന് അയാളുടെ സംസാരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും സാന്നിധ്യം കൊണ്ടും. ഉള്ളിൽ നിന്ന് വരുന്നത് കയ്പാണോ അല്ലെങ്കിൽ സ്നേഹമാണോ എന്നൊന്ന് ആലോചിച്ച് നോക്കണം. പുറത്തേക്ക് വരുന്നതാണ് നിങ്ങളെ അശുദ്ധരാക്കുന്നത്. എന്തൊരു നമ്മളെ ഇങ്ങനെ ചില സമയങ്ങളിൽ മടുപ്പ് നമുക്ക് തോന്നുന്നുണ്ട്. ചിലരായിട്ടൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ചിലരായിട്ട് ജീവിക്കുമ്പോൾ, ചിലരായിട്ട് കണ്ടുമുട്ടുമ്പോൾ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പുറമെ ഒരുപാട് നന്മയും സ്നേഹമൊക്കെ കാണിച്ചിട്ട് ഉള്ളു നിറച്ച് കയ്പും വിദ്വേഷവും ഒക്കെ കൊണ്ട് നടക്കണമെന്ന് ആലോചിച്ച് പോകാറുണ്ടല്ലോ. നമ്മളെക്കുറിച്ചും ചിലത് ചിന്തിക്കുന്നുണ്ടാവും. ആരും മാറ്റി നിർത്തപ്പെടേണ്ട ആൾക്കാരല്ല. ഇത് ഒരു സ്വയാവബോധത്തിൻ്റെ രാത്രിയായിട്ട് എടുക്കണം. എന്നിട്ട് ഇതൊന്ന് തിരുത്താനായിട്ട് നോക്കണം. കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമുണ്ട്. ഒരുവൻ്റെ ഉള്ളിൽ നിന്നാണ്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. ഇതൊക്കെ ഇങ്ങനെ ഉള്ളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മളെ അശുദ്ധരാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടെയുള്ളവരെ ഇങ്ങനെ വല്ലാതെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നതെന്നൊക്കെയുള്ള വചനം കൂടി ഒന്ന് കൂട്ടിച്ചേർത്ത് വെച്ച് വായിക്കണം. കർത്താവെ, ഞങ്ങളെ അശുദ്ധരാക്കി കളയുന്ന ഞങ്ങളുടെ ഉള്ളിലെ കയ്പുകളെ എടുത്തു മാറ്റണേ എന്ന് പ്രാർത്ഥിക്കാം. സോളമൻ രാജാവിനെ കണക്കൊക്കെ കൂടെയുള്ളവർ സംസാരിക്കുമ്പോൾ, ആരെങ്കിലും വന്ന് സംസാരിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ അവരുടെ ഉള്ളിൽ പ്രതീക്ഷയുടെ വെട്ടം കൊളുത്തുന്ന, പ്രത്യാശയുടെ കരുത്ത് നിറയ്ക്കുന്ന മനുഷ്യരായിട്ട് തീരാൻ ഞങ്ങളെ സഹായിക്കണേ എന്ന് അപേക്ഷിക്കണം. ലൂർദ് മാതാവ് ആവശ്യപ്പെടുന്നത് പോലെ ഇങ്ങനെ ഒന്ന് വിശുദ്ധിയിലേക്ക് തിരികെ വരാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി അപേക്ഷിക്കണം. അമ്മേ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഞങ്ങളെ വിശുദ്ധിയിലേക്ക് തിരികെ നടക്കാൻ സഹായിക്കണേ. അങ്ങനെ ഞങ്ങൾ അശുദ്ധതകളെ അതിജീവിച്ച് വിശുദ്ധിയുടെ പാതയിൽ ജീവിക്കാനും കൂടെയുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ പ്രത്യാശയും വെളിച്ചവും സന്തോഷവും നിറക്കുന്ന സംസാരവും പ്രവൃത്തിയും സാന്നിധ്യവുമായി ജീവിക്കാനും ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായി മുട്ടിന്മേൽ ആ ദിവ്യകാരുണ്യ ആശീർവാദത്തിലൂടെ നമ്മുടെ ഹൃദയങ്ങൾ, നമ്മുടെ ഉള്ളു, നമ്മുടെ ഹൃദയം വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട നെൽസൺ ജോബച്ചനാണ് അത് പണ്ട് പറഞ്ഞു തന്നിട്ടുള്ളത്. നിങ്ങളുടെ രഹസ്യ ജീവിതത്തെ വിശുദ്ധീകരിക്കാൻ ഉള്ളറിയുന്ന തമ്പുരാൻ്റെ മുൻപിൽ ഒന്നും മറച്ചു വയ്ക്കാനില്ലാതെ തമ്പുരാൻ്റെ ഞങ്ങളുടെ കുറവുകളെ പൊറുത്ത് വിശുദ്ധീകരിച്ച് അങ്ങയെ പ്രസാദിപ്പിക്കുന്നവരാക്കി, കൂടെയുള്ളവരെ പ്രകാശിപ്പിക്കുന്നവരാക്കി ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിത്തരണമേ എന്ന വലിയ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ